ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബോർഡർ ഡിസൈൻസ് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഇത് അസൈൻമെൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ വേറെ വല്ല വർക്ക്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോർഡർ ഡിസൈനാണ്. ഭയങ്കര സിമ്പിളും ആണ് ഈ ബോർഡർ ഡിസൈൻസ്. അപ്പോൾ ഇതിന് വേണ്ടത് 2-3 ബ്രഷ് പെന്നും പിന്നെ ഒരു പെന്നും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്തെടുക്കാം. അപ്പോൾ അസൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ടീച്ചർ എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഡെക്കറേഷനാണ് അസൈൻമെൻറ്റിൽ പ്രധാനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാകും. അവരൊക്കെ പറയുമ്പോൾ ഡെക്കറേഷൻ ആയിരിക്കും മോസ്റ്റ്ലി നോക്കുക, അല്ലാണ്ട് നമ്മളിപ്പോൾ അസൈൻമെൻറ്റിൽ ചെയ്ത വർക്കായിരിക്കില്ല, അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ ഈ ഡെക്കറേഷൻ കണ്ട് ഇഷ്ടപ്പെടുന്ന 2-3 ടീച്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ മാർക്ക് തരും. അങ്ങനത്തെ ഡെക്കറേഷൻ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡെക്കറേഷനും പാടില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടീച്ചറും ഉണ്ടാകും. മീൻസ് അത് ഈ അസൈൻമെൻറ്റ് പറഞ്ഞാൽ അത് നമ്മൾ തന്ന വർക്ക് എന്താണോ അത് ചെയ്യുക, അല്ലാണ്ട് ഒരു ഡെക്കറേഷൻ പോലും പാടില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ടീച്ചേഴ്സും ഉണ്ടാകും. പക്ഷേ ഇതിൽ 2 ടൈപ്പ് ഓഫ് ടീച്ചേഴ്സിനും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. മീൻസ് കൂടുതൽ ഡെക്കറേഷനും അല്ല, ഇപ്പോൾ ഡെക്കറേഷൻ ഇല്ല എന്നും പറയാൻ പറ്റില്ല, മീഡിയം ലെവലാണ്, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ടീച്ചേഴ്സിനും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ സപ്പോർട്ട് ചെയ്യണം, എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, വലിയ കാര്യമാണ്. ഇത് എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ്. സോ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ബോർഡർ ഡിസൈൻ കഴിഞ്ഞു. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ടു യു. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ.